ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ തക്കാളീൻ്റെ വിളവെടുപ്പാണ് കേട്ടോ. അപ്പോൾ ആദ്യം വിളവെടുത്തിന് അപ്പോൾ അന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് നമ്മൾ വിചാരിച്ചെന്നാൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. നമുക്ക് ഈ തൈകളെല്ലാം കിട്ടിയത് കുടുംബശ്രീ മുഖേനയാണ്. അന്നേരം നമുക്ക് 3 തൈകൾ കിട്ടിയിട്ടുണ്ട്. തക്കാളി തൈ, പറങ്കിത്തൈ, വഴുതനങ്ങ തൈ. പക്ഷേ നമുക്ക് വഴുതനങ്ങ തൈയും പച്ചമുളകിൻ്റെ തൈയും ചേച്ചി കിട്ടിയിട്ടില്ല. അത് കുറച്ച് വളർന്ന് ഇതാകുമ്പോഴത്തേക്ക് പച്ചത്തോളം വന്ന് തെറിച്ചിട്ട് അത് നശിച്ചു പോവുക ചെയ്തതിന്. പിന്നെ ഒരു വഴുതനങ്ങ നന്നായി കിട്ടീനി. അതാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഇലക്ക് പുഴു വന്ന് കൂടിയിട്ട് അതും അങ്ങനെ പോയി. പിന്നെ നമുക്ക് ആകെ കിട്ടിയത് ഈ തക്കാളി തൈ മാത്രമാണ്. അപ്പോൾ അതിന് നല്ലപോലെ ചാണകവെള്ളവും ആലവളമെല്ലാം ഇട്ടിട്ട് അമ്മ നോക്കിക്കൊണ്ട് നമുക്ക് തക്കാളി തൈ ബാക്കിയായിനി. അമ്മ അങ്ങനെ നോക്കിയിട്ടുണ്ട്. കാരണം ബാക്കിയെല്ലാം നശിച്ചു പോയതുകൊണ്ട് ഇതിനെ നശിക്കാണ്ട് കഷ്ടപ്പെട്ടതിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തിരിയും. കാരണം അങ്ങനെ അമ്മ ഇതിനെ നോക്കിയിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിച്ച് അവിടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചാണകവെള്ളമെല്ലാം ഒഴിച്ച് ആക്കി എടുത്തത് നമ്മൾ തക്കാളിയാണ് കേട്ടോ. നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് തക്കാളി ഇങ്ങനെ കിട്ടിയപ്പോൾ. കണ്ടില്ലേ എന്താന്ന് കേട്ടാ നമ്മളെ തക്കാളി. ഇത് നമ്മളെ കോയക്കവള്ളിയാണ് കേട്ടാ. നമ്മൾ നട്ട സമയത്ത് ഫുൾ പച്ചപ്പേനും. ഇപ്പം എന്താണെന്നറിയില്ല, ആ വളർന്ന് ആദ്യം ഉണ്ടായ ആ ഒരു ഭാഗം കരിഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഭാഗം നമുക്ക് കോയക്ക കിട്ടുന്നുണ്ട്, എന്നാലും ആദ്യം ഉണ്ടായ അത്ര കിട്ടിയിട്ടില്ല. ഇത് നമ്മൾ വേറൊരു കൃഷിയാണ്, പച്ചക്കറിയാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ടേരം ഒരുപാടുണ്ടായിന്. പക്ഷേ ഇപ്രാവശ്യം ഉണ്ടാവൽ കുറവായതുകൊണ്ട് ഇപ്പം ഉണ്ടാകുന്ന കായ്കളെല്ലാം നമ്മൾ വിത്തിന് വെക്കുക ചെയ്യുന്നത്. ഇത് നമ്മളെ കുറച്ച് ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.